നമസ്കാരം. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വാഹനങ്ങൾക്ക് പകരം ഇലക്ട്രിക് ഹൈബ്രിഡ് സാങ്കേതിക വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ കാലാകാലങ്ങളായി നിരവധി നടപടികൾ കൈക്കൊള്ളുന്നുണ്ട്. അടുത്തിടെ ഉത്തർപ്രദേശ് സർക്കാർ ശക്തമായ ഹൈബ്രിഡ് കാറുകളുടെ രജിസ്ട്രേഷനിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. അതുവഴി കാർ വാങ്ങുന്നതിൽ വലിയ ലാഭമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UP സർക്കാരിന്റെ ഈ തീരുമാനത്തോടെ ഹൈബ്രിഡ് കാർ വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾക്ക് 3.5 ലക്ഷം രൂപ വരെ ലാഭിക്കാൻ കഴിയും. ഇപ്പോഴിതാ ഉത്തർപ്രദേശിന് ശേഷം കർണാടകയിലും ഹൈബ്രിഡ് വാഹനങ്ങൾ വാങ്ങുന്നത് വൈകാതെ വില കുറഞ്ഞേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തെ ക്ലീൻ മൊബിലിറ്റി മേഖലയെ ഉത്തേജിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കർണാടക സർക്കാർ പുതിയ ഇലക്ട്രിക് വാഹന നയം തയ്യാറാക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. നിർദ്ദിഷ്ട നയം അനുസരിച്ച് EV വ്യവസായത്തിൽ മുന്നേറാനുള്ള ശ്രമത്തിൽ ഉപഭോക്താക്കൾക്കും നിർമ്മാതാക്കൾക്കും കാര്യമായ പ്രോത്സാഹനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. 25 ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള ഇലക്ട്രിക് സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് റോഡ് നികുതി ഒഴിവാക്കുന്നതാണ് കർണാടകയുടെ കരട് നയത്തിന്റെ പ്രധാന ഹൈലൈറ്റ്. സംസ്ഥാനത്തുടനീളമുള്ള ഡിമാൻഡിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഒരു വലിയ വിഭാഗം ഉപഭോക്താക്കൾക്ക് EVകളെ കൂടുതൽ താങ്ങാനാവുന്നതും ആകർഷകവുമാക്കാൻ ഈ നീക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. നികുതി ഇളവുകൾക്ക് പുറമെ കർണാടക സർക്കാർ EVകൾക്കും ഹൈബ്രിഡ് വാഹനങ്ങൾക്കും കൂടുതൽ ഇൻസെന്റീവുകളും ഇളവുകളും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾക്ക് സംഭാവന നൽകിക്കൊണ്ട് വൃത്തിയുള്ള ഗതാഗത ബദലുകൾ സ്വീകരിക്കുന്നത് ത്വരിതപ്പെടുത്തുക എന്നതാണ് സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ലക്ഷ്യം. 2029ഓടെ ക്ലീൻ മൊബിലിറ്റി മൂല്യം ശൃംഖലയിൽ 50,000 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുക എന്നതാണ് കർണാടക ലക്ഷ്യമിടുന്നത്. കർണാടകയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനോ വിപുലീകരിക്കുന്നതിനോ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ഥിര ആസ്തികളുടെ മൂല്യത്തിന് 50% വരെ ആനുകൂല്യങ്ങൾ പോളിസി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ മേഖലയിലെ പുതിയ പദ്ധതികൾക്കോ വിപുലീകരണങ്ങൾക്കോ 5 വർഷത്തേക്ക് വിറ്റുവരവിന്റെ 1% PLI അഥവാ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് ലഭിക്കുന്നുണ്ട്. വാഹന നിർമ്മാതാക്കൾക്ക് 15% മുതൽ 25% വരെയുള്ള മൂലധന നിക്ഷേപ സബ്സിഡികൾ, സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നുള്ള ഇളവുകൾ എന്നിവയിൽ നിന്നും പ്രയോജനം നേടാൻ കഴിയും. ഇത് ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹന മേഖലയിലെ നിക്ഷേപകർക്ക് സംസ്ഥാനത്തിന്റെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതാണ്. അടുത്തിടെ ഉത്തർപ്രദേശ് സർക്കാർ ശക്തമായ ഹൈബ്രിഡ് കാറുകളുടെ രജിസ്ട്രേഷനിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. അതുവഴി കാർ വാങ്ങുന്നതിൽ വലിയ ലാഭമുണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. സർക്കാരിന്റെ ഈ തീരുമാനത്തോടെ ഹൈബ്രിഡ് കാർ വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾക്ക് 3.5 ലക്ഷം രൂപ വരെ ലാഭിക്കാൻ കഴിയും. ശക്തമായ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾക്കും പ്ലഗ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾക്കും രജിസ്ട്രേഷൻ ഫീസിൽ 100% ഇളവ് നൽകാനായിരുന്നു UP സർക്കാരിന്റെ നീക്കം. ഉത്തർപ്രദേശിൽ 10 ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള വാഹനങ്ങൾക്ക് 8 റോഡ് നികുതിയും 10 ലക്ഷം രൂപയിൽ കൂടുതൽ വിലയുള്ള 10% റോഡ് നികുതിയും ഈടാക്കുന്നതിനാൽ ഈ തീരുമാനം വലിയ ആശ്വാസമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്.